ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സാഷ് വ്ളോഗ്സ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു വ്ളോഗായിട്ട് വരുന്നത് അല്ലേ. ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു 5-6 വർഷത്തോളമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് ഉഷാറാക്കി പൊളിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ജസ്റ്റ് എണീറ്റു, ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തതിനു ശേഷം പ്രെയർ ഉണ്ട്. ആക്ച്വലി ഇന്ന് ഞാൻ ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് നോർമലി ഞാൻ പള്ളിയിൽ പോകാറാണ്. ഇപ്പോൾ ഇവിടുന്ന് പ്രെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ പ്രെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും കട്ടൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ശരി, ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തതിനു ശേഷം നമുക്ക് പ്രെയർ. പ്രെയറൊക്കെ കഴിഞ്ഞു. കുറച്ചു നേരം ഞാൻ നടക്കാൻ പോകുന്നതാണ്. അതില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു സൂംബ പോലെ ഒന്ന് റിഫ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മള് സുംബയൊക്കെ കഴിഞ്ഞ് സുംബ അന്ന് ഞാൻ വേണ്ടതാണ്. സോ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ സ്വെറ്റ് ചെയ്ത് അങ്ങ് അറ്റെത്തിയിട്ടുണ്ട്. സോ വേഗം നമുക്ക് കുളിക്കാം. കുളിച്ചതിന് ശേഷം ഇന്ന് ഫ്രഷ് ആയിട്ട് പോകാനുണ്ട്. കാണുന്നതെന്ന് വെച്ചാൽ ഇന്ന് ഒരു ക്ലാസ് എടുക്കാണ്ട്, അതിന് PPT റെഡി ആക്കാനുണ്ട്. അങ്ങനെ ഒന്നും കാര്യം നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്താ ക്ലാസ്, എന്താ സംഭവം എന്നൊന്നും മനസ്സിലാകുന്നില്ല അല്ലെ. നമുക്ക് എല്ലാം പതിയെ പറഞ്ഞു ഞാൻ തരാം. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥകൾ, എന്തൊക്കെയൊക്കെയാണെന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്. അപ്പൊ ഗൈസ് കുളിയൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ മൊത്തം എൻ്റെ മുമ്പ് എപ്പോഴും പറയും കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ബോയ്സ് ഇങ്ങനെ തട്ടണം, എന്നാലും മുടിയൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ തെറിച്ച് പോകുള്ളൂ. ഞാൻ ഉമ്ര കഴിഞ്ഞോണ്ട് അധികം മുടിയൊന്നുമില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ തട്ടുമ്പോൾ ശരിയാണ് വെള്ളമൊക്കെ തെറിച്ച് പോകും. അങ്ങനെ ഉമ്മാൻ്റെ ഓരോ ടിക്സുകൾ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഡ്രസ്സ് ഞാൻ ഓൾറെഡി ഇവിടെ എടുത്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേഗം ഇറങ്ങാം. ഫുൾ സ്ലീവ് ആക്കുന്നില്ല, ഞാൻ ഹാഫ് സ്ലീവ് ആക്കിയിട്ട് മടക്കാമെന്ന് വിചാരിച്ചത്. ഹാഫ് സ്ലീവ് ആക്കാമെന്ന് വിചാരിച്ചത്, അതായത് കുറച്ച് മടക്കിയെടുക്കാം. ഫുൾ സ്ലീവ് ആക്കുമ്പോൾ വിചാരിക്കാൻ അങ്ങനെ പോകണ്ട, അത് വേണ്ടാന്ന് വെച്ച് ജസ്റ്റ് കയ്യും ഫോൾഡ് ചെയ്യാന്ന് വെച്ചു. ആക്ച്വലി ഫോൾഡ് ചെയ്യാണ്ട് ഇടാട്ടോ. ഏതാ നല്ലത് നിങ്ങൾ പറയുന്നത് ഗൈസ്? അതാണുള്ളത് നല്ലല്ലോ. അപ്പം അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. ഇന്നെന്താ വൈറ്റ് എന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ ഇതിലേക്ക് വിചാരിച്ചത് ഒരു ബ്രൗൺ ആയിരുന്നു പാൻറ്. ആ പാൻറ് ഞാൻ ചേച്ചിന് വീട്ടിൽ പോയി എടുക്കാൻ പറഞ്ഞ വിചാരിച്ചു. അപ്പോൾ അത് വീട്ടിലാണ് സാധനം. അപ്പം അതുകൊണ്ട് വൈറ്റ് കോമ്പിനേഷൻ ആക്കി എടുത്തതാണ്. ഒരു ഫ്രൈഡേ ടച്ച് വന്നിട്ടുണ്ട്. വൈറ്റിൻ്റെ കൂടെ ഒരു ഷെയ്ഡുള്ള ഷർട്ടായിരുന്നു. എന്തായാലും ഇങ്ങനെയാണ് ഗൈസ് നമ്മുടെ ഔട്ട്ലുക്ക് വരുന്നത്. ഇത് കുർത്ത പാൻറ്റാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ഇങ്ങനെ ഔട്ട്ലുക്ക് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ മുമ്പ് പോയതുകൊണ്ട് മുടിയൊന്നും വന്നില്ല. ജസ്റ്റ് മുടിയൊന്നും ഇങ്ങനെ ചെയ്ത് കൊടുക്കാന്ന് ഒന്ന് കൈകൊണ്ടൊന്നും ഇങ്ങനെ അത്രയേ ഉള്ളൂ. അതിനോട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. ഞാൻ ഒന്ന് കൈകൊണ്ട് ഇതാക്കി കൊടുക്കുക. പിന്നെ ഒരുപാട് പേര് ആദ്യം സൺസ്ക്രീൻ, പിന്നെ മോയ്സ്ചറൈസർ, പിന്നെ അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. സത്യത്തിൽ ഞാൻ ആ വക സാധനങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. ആക്ച്വലി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്, പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ ആ സാധനം യൂസ് ചെയ്യാറില്ല. സോ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പം അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഏകദേശം ഇതാണ് നമ്മുടെ ഒരു ഷർട്ടും ഇതൊക്കെ. നമ്മളിനി മെല്ലെ ഇറങ്ങാൻ നോക്കാം.
ഓക്കെ ഓൾറെഡി ലേറ്റ് ആയിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ലെങ്കിൽ പോലും ബേസിക്കായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് വാച്ച് എന്ന് പറയുന്നത്. സോ വാച്ച് ഞാൻ എപ്പോഴും കെട്ടുന്നതാണ്. വാച്ച് ഇല്ലെങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കും. അതങ്ങനെ ശീലിച്ചു പോയി. അത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരെ അങ്ങനെ ഉണ്ട്, വാച്ച് കെട്ടി ശീലിച്ച് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് പെർഫ്യൂം, അതും പെർഫ്യൂം എനിക്ക് എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും. അപ്പോൾ ഒന്ന് പെർഫ്യൂം അടിക്കും. അതോട് പറയും നെക്കിൻ്റെ 2 സൈഡിൽ അടിക്കണം, പിന്നെ ഇങ്ങനെ അടിക്കും ക്യാമറ അങ്ങനെ അടിക്കണം, പിന്നെ എന്താ കയ്യിൻ്റെ ഈ നമ്മുടെ ഭാഗത്ത് അടിക്കണം, പിന്നെ ബാക്കിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ രൂപത്തിലൊക്കെ അടിക്കാം. ഞാൻ പിന്നെ എന്താ ചെയ്യുക, ഇച്ചിരി കൂടെ ഒരു പെർഫ്യൂം നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടമാണ്, നല്ലൊരു ഫ്രഷ്നെസ്സിനുണ്ട്. ഞാൻ 1-2 ഭാഗം കൂടെ അടിക്കും. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞു ഇന്ന് ക്ലാസ് ഉണ്ട്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പെൻഡ്രൈവ് എടുക്കണം. സോ പെൻഡ്രൈവ് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ കൈ വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ബാഗ് എടുത്തിട്ട് നമുക്ക് ചെരുപ്പ് ഇറങ്ങാം. ഓക്കെ. ഇപ്പോൾ കഴിച്ച് നമ്മൾ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. ഓക്കെ, നമ്മൾ ഇറങ്ങി. ഇത് വരാന്തയാണ്. പുറത്തേക്ക് വരാന്ത എന്ന് പറയുമ്പോൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള. അപ്പോൾ പക്ഷേ ഇവിടെ എന്താ ലൈറ്റ് ഇല്ലാത്തതെന്ന് വെച്ചാൽ ആളുകൾ പല സമയത്ത് വന്ന് കിടക്കുന്ന ആളുകൾ. അപ്പോൾ നമുക്കാണെങ്കിൽ ലൈറ്റ് ഓഫ് ആക്കിയിടാനൊന്നും പറ്റത്തില്ല, അല്ല ലൈറ്റ് ഓൺ ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ വരുന്നവർ ഓരോരോ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം. ഫസ്റ്റ് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിലാണ് എൻ്റെ ഇത് വരുന്നത്. സോ ഇറങ്ങാം. നമ്മളങ്ങനെ പുറത്തെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഹോസ്റ്റലിൻ്റെ പുറം ഭാഗം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പുറത്തേക്കൊന്നും കാണിച്ചു തന്നിട്ടില്ല അല്ലേ ഞാൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇനി കോളേജിലേക്ക് പോകുന്നത് അല്ലേ. കോളേജിലേക്ക് പോകാൻ അങ്ങനെ അധികം സമയമൊന്നുമില്ല, കാരണം ഇതിവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതാണ് സ്റ്റേ എന്ന് പറഞ്ഞത്. ഇവിടെ സ്റ്റേ ഇത് അപ്പുറത്ത് മെസ്സും. ഓക്കെ, സോ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീട് പറയുന്നുണ്ട് സ്റ്റേൻ്റെ ഒക്കെ. സോ ഇതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ. നടക്കുന്നുണ്ടോ, കുട്ടികളൊക്കെ നടന്നു പോകുന്നുണ്ട്. ആക്ച്വലി ഞാൻ പോകുന്നത് ഇത് ബാക്ക് ഗേറ്റാണ്. ഇത് കോളേജിൻ്റെ ബാക്കാണ്. കോളേജിൻ്റെ ബാക്ക് എന്ന് പറഞ്ഞാൽ അക്കാഡമിക് ബ്ലോക്കാണിത്. സോ ഇതാണ് നമ്മുടെ പുതിയ ലോകം ഗൈസ്. ആക്ച്വലി നിങ്ങൾക്ക് ശരിക്കും ഞാൻ എൻ്റെ ക്യാമറാമാനെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഫോണും പിടിച്ചിങ്ങനെ നടക്കുമ്പോഴേ പിന്നണിയിൽ ഒരാളുണ്ടാകുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ ക്യാമറാമാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, കട്ട സപ്പോർട്ടായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ നടന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ നമ്മുടെ കോളേജിലേക്ക് പോവാണ്. ഓക്കെ, നമ്മൾ പഞ്ചിങ്ങൊക്കെ ചെയ്തു. NMCയുടെ ഒരു പഞ്ചുണ്ട്, അത് നമ്മൾ മൊബൈലിലാണ് ചെയ്യുന്നത്. അതും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ചേമ്പർ. ഇങ്ങനെ ഇരിക്കുക, കൂട്ടിയിട്ട് പോവാം. അൽഹംദുലില്ലാ അപ്പം അങ്ങനെയാണ് അവസ്ഥ. നമുക്ക് അടുത്ത വീഡിയോ കാണാം എന്തായാലും. ഓക്കെ, കട്ട സപ്പോർട്ട്. ഡോണ്ട് forget about that. Subscribe